യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം ഓരോ ദിവസവും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നാം കേൾക്കുകയാണ്. ഓരോരുത്തരും ഈ വചനത്തെ, ഈ ശുശ്രൂഷയെ പവിത്രമായും അനുഗ്രഹമായും ഒക്കെയാണ് കാണുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റേതായ പ്രത്യേക പ്രാർത്ഥന ആവശ്യങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പാപികളാണെന്ന് സമ്മതിച്ചേറ്റു പറയുന്നു. ഞങ്ങൾ സാധാരണക്കാരും നിസ്സാരരും ബലഹീനരുമായ മനുഷ്യരാണ്. ഞങ്ങളെ ഓരോ ദിവസവും സഹായിക്കണമേ. ഓരോ ദിവസവും ഞങ്ങളെ കൈപിടിച്ചു നടത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ആരോഗ്യത്തിൽ, തലമുറകളിൽ, സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്ന അനുഭവം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഇടപെടണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അങ്ങ് പ്രവർത്തിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തു തന്നെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും. നമുക്കിന്ന് സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ ഈ വചനം കേൾക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതലുള്ള വാക്യമാണ്. യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി. ശിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്, ഒരു കാര്യമുണ്ട്. ശിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവർ പറഞ്ഞു, യേശുവേ, ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ശിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് വയ്യാതെ കിടക്കുകയാണ്. യേശു അടുത്തു ചെന്ന്, ആ വാക്ക് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. യേശു അടുത്തു ചെന്നു. വിഷമിച്ചിരിക്കുന്ന, ശരീരത്തിൽ വയ്യാതിരിക്കുന്ന, വേദനയോടെ ഇരിക്കുന്ന, ക്ഷീണമായിട്ടിരിക്കുന്ന ആളുടെ അടുത്തു ചെന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ ഭാരപ്പെട്ടാണോ ഇരിക്കുന്നത്? ഏതെങ്കിലും രോഗാവസ്ഥയിലാണോ? ആശുപത്രികളിലോ വീടിലോ വയ്യാതിരിക്കുകയാണോ? ഇന്ന് ഇതേ യേശു എൻ്റെ അടുത്ത് വരുമെന്ന് വിശ്വസിക്കുക. യേശു എൻ്റെ അടുത്ത് വരും. നമ്മളൊക്കെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ അല്ലെങ്കിൽ ദിവസവും ഈ വചനം കേൾക്കുമ്പോൾ വചനം തന്നെയായ ദൈവം എൻ്റെ ജീവിതത്തിലേക്കാണ് വരുന്നത്. വചനം തന്നെയായ ദൈവം എൻ്റെ ഭവനത്തിലാണ് വരുന്നത്. എൻ്റെ ഭവനത്തിൻ്റെ ഓരോ മുറികളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഈ വചനം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ്. ഒരാൾ ഒരു വീട് പണിയുകയാണ്. മറ്റൊരു സ്ഥലത്താണ് ആ വ്യക്തി താമസിക്കുന്നത്. എല്ലാ ദിവസവും വീട് പണിയുന്ന സ്ഥലത്തേക്ക് ആ വ്യക്തി പോകും. തിരിച്ച് ഇപ്പോൾ താൽക്കാലികമായി താമസിക്കുന്ന വീട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനം ഓൺ ചെയ്യും. എന്നിട്ട് ആ ഫോണിൽ ആ ശബ്ദം കേൾക്കത്തക്ക വിധം ശബ്ദമുയർത്തി ആ വചനം ആ വീടിൻ്റെ അകത്തൂടെ എല്ലാം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് നടക്കും.
പ്രാർത്ഥിച്ച് മുറ്റത്തൂടെ അതിൻ്റെ ഓരോ മുറികളിലൂടെ. വീട് പണി പൂർത്തിയായിട്ടില്ല. അങ്ങനെ ആ വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. അത് വേറൊരാൾക്കറിയില്ല. പക്ഷേ മറ്റൊരു സ്ഥലത്ത് വച്ച് നല്ല പ്രാർത്ഥനയുള്ളൊരു മനുഷ്യൻ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചോദിച്ചു, വീട് പണി എന്തായി? അപ്പോൾ വീട് പണി ഇങ്ങനെ നടക്കുന്നു, പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥനയുള്ള മനുഷ്യൻ പറഞ്ഞു, നീ പുതിയതായി പണിയുന്ന ആ വീട്ടിൽ ഒരു ദൈവീക ചൈതന്യം ഉള്ളതായിട്ടാണല്ലോ കാണുന്നത്. കണ്ടോ, ദൈവവചനം നമ്മൾ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ അവിടെ ഒരു ചൈതന്യം നിലനിൽക്കും, അവിടെ ഒരു ദൈവീക വെളിച്ചം വരും. അതിൻ്റെ കാരണം ഇതാ, അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞപ്പോൾ യേശു അടുത്തു ചെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത് വരുന്നൊരു ദൈവമുണ്ട്. ദൂരെ നിന്ന് എന്തെങ്കിലും എറിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് തരുന്ന ദൈവമല്ല, അടുത്തു വന്ന് കൈകളിലേക്ക് തരുന്ന സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, നന്മയുണ്ട്. അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നിങ്ങൾ തകർന്നു പോകാതിരിക്കാൻ ഇതുപോലെ നിങ്ങളുടെ കരം പിടിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ നിങ്ങളുടെ കരം ഇതുപോലെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ വീണു പോകാതിരിക്കാൻ ഇതുപോലെ മുറുക്കെ കൈക്ക് പിടിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ, നിങ്ങൾ എവിടെയും ചതിക്കപ്പെട്ടു പോകാതിരിക്കാൻ, നിങ്ങളെ ആരും വഞ്ചിക്കാതിരിക്കാൻ, നിങ്ങളെ ആരും ഏതെങ്കിലും വിധത്തിൽ തകർക്കാതിരിക്കാൻ നിങ്ങളുടെ കരം മുറുക്കെ പിടിക്കുന്നൊരു ദൈവമുണ്ട്. ആരെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ ഒറ്റയ്ക്കായി പോയല്ലോ, എനിക്കാരും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണോ? നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നൊരു ദൈവത്തെ ആത്മാവിൽ വിശ്വാസത്തിൽ കാണാൻ കഴിയും. നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്ന ദൈവം അവളുടെ കരം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ശിമയോൻ പത്രോസിൻ്റെ അമ്മായിയമ്മയെ എഴുന്നേൽപ്പിക്കാനാണ് യേശു ആ വ്യക്തിയുടെ കരം പിടിച്ചതെങ്കിൽ, എൻ്റെ കയ്യിൽ ദൈവം പിടിച്ചിരിക്കുന്നത് എൻ്റെ ശുശ്രൂഷ അനുഗ്രഹമാകാനാണ്. ചെയ്യുന്ന ശുശ്രൂഷകൾ കുറേ കൂടി അനുഗ്രഹമാകാൻ യേശു എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. യേശു എൻ്റെ കൈ പിടിച്ചിരിക്കുന്നത്, യേശു നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത്, കുഞ്ഞെ നീ തകർന്നു പോകാതിരിക്കാൻ, നീ വീണു പോകാതിരിക്കാൻ, നിൻ്റെ കൂട്ടുകെട്ട് മാറിപ്പോകാതിരിക്കാൻ, നിൻ്റെ ബന്ധങ്ങളിലൂടെ തകർന്നു പോകാതിരിക്കാൻ ഇതേ യേശു നിൻ്റെ കൈയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നൂൽപ്പാലത്തിലൂടെ ജീവിതം കടന്നുപോയി, എത്രയോ പ്രാവശ്യം കടുത്ത വേദനയിലൂടെ നിരാശയിലൂടെയും കടന്നുപോയി. ജീവിക്കണമെന്ന് തന്നെ ചിലപ്പോൾ എന്തിനിങ്ങനെ ജീവിക്കണം എന്ന് തോന്നിയ സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ തകർന്നു പോകാതിരുന്നതിൻ്റെ കാരണം നമുക്ക് കുറേ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ടോ കുറേ ആളുകളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടോ മാത്രമല്ല, നമ്മൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ദൈവം നമ്മുടെ കയ്യിൽ പിടിച്ചത്. അതാണ് പെരുവെള്ളം വന്നപ്പോഴും മൂക്കിക്കളയാതിരുന്നത്, തീയിലൂടെ നടന്നപ്പോഴും പൊള്ളലേൽക്കാതിരുന്നത്. ദൈവത്തിൻ്റെ കരം നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ച ദിവസം, ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗത്തെ വെച്ച് പ്രാർത്ഥിക്കുന്ന നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. സാധ്യമായ എല്ലാവരും അത് കാണുക, പ്രാർത്ഥിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് തളർന്നു കിടന്ന അല്ലെങ്കിൽ ക്ഷീണമായിട്ടിരുന്ന ശിമയോൻ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ അടുത്തു ചെന്ന് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ കർത്താവേ, എന്നെ അങ്ങയുടെ കരം പിടിച്ച് നടത്തണമേ. നാളെക്കുറിച്ച് എനിക്ക് ആകുലതയുണ്ട്. അടുത്ത നാളുകളെക്കുറിച്ച്, ആ കല്യാണം എങ്ങനെ നടക്കും, ആ കൊച്ചിൻ്റെ ഫീസ് എങ്ങനെ അടയ്ക്കും, ആ കൊടുക്കാനുള്ള പൈസ എങ്ങനെ അടയ്ക്കും, ആ ബാങ്കിലെ കടവെങ്ങനെ വീട്ടും, ഈ വീട് പണി എങ്ങനെ പൂർത്തിയാകും, എനിക്കിതിനെക്കുറിച്ച് ഭയങ്കര ഉത്കണ്ഠയുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിക്കുക, എൻ്റെ ദൈവം എന്നെ കൈക്ക് പിടിച്ച് നടത്തുന്നു. എല്ലാം ഭംഗിയാകുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ നാളെക്കുറിച്ചുള്ള ചിന്തകൾ, ആലോചനകളെല്ലാം ഭംഗിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഒരു കാര്യം പറയട്ടെ, ഈ വചനം നിങ്ങൾ ഒരുപാട് പേർക്ക് അയക്കുന്നുണ്ടാകും, ഇല്ലയോ? ഒരുപാട് പേർക്ക് അയക്കുന്നുണ്ട്.
ചുമ്മാ ഷെയർ ചെയ്യരുത്. അതിനെക്കുറിച്ച് എനിക്കൊരു ബോധ്യമുണ്ടായി. പ്രാർത്ഥിച്ചു വേണം ഈ വചനം അയക്കാൻ. 100 പേർക്ക് കർത്താവേ, പ്രാർത്ഥനയോടെ ഞാൻ ഈ വചനം അയക്കുന്നു. അതൊരു നിയോഗമാണ്. പ്രാർത്ഥനയോടെ അയക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, യേശുവേ, ഈ വചനം ഞാൻ ഇത്രയും പേർക്ക് അയക്കുമ്പോൾ അവർക്ക് യേശുവിനെ അറിയാനും വചനം അറിയാനും ഇടയാക്കണമേ. മനസ്സിലൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു വേണം ഇത് ഷെയർ ചെയ്യാൻ. ചുമ്മാ അയച്ചാൽ അതിന് കാര്യമില്ല. മനസ്സിലൊരു കുഞ്ഞ് ദൈവമേ, ഈ വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഒരു സൗഖ്യം അറിയാൻ ഇടയാകണേ. ഞാൻ ഈ വചനം അയക്കുമ്പോൾ ഇങ്ങനെ കൂടെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇന്ന് വചനം അയക്കുമ്പോൾ ഇന്നത്തെ കാര്യമെല്ലാം ഒത്തിരി അനുഗ്രഹമാകാനുള്ള ഒരു കൃപ തന്ന് ഈ വചനം അയക്കുന്നതിലൂടെ എന്നെ അനുഗ്രഹിക്കണേ. പ്രാർത്ഥിച്ചു. ഓരോ കാര്യവും അതിനൊരു ഉത്തരവായിട്ട് വരും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയട്ടെ. ദൈവികമായ ഇടപെടൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കരം നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾക്കുണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒന്ന് ചേർന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വീണ്ടും പ്രാർത്ഥിക്കുക, കർത്താവേ, ഈ ശുശ്രൂഷകളെയും ഈ ശുശ്രൂഷയെയും എന്നെയും ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും വരാതെ അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങൾ എന്നെയും ഈ ആലയത്തെയും ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെയും ഈ യുവാവിനെ യുവതിയെയും ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും വരാതെ അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ പൊതിഞ്ഞു പിടിക്കണമേ. പൊതിഞ്ഞു പിടിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യമായ എല്ലാവർക്കും പ്രാർത്ഥനയോടെ അയക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷത്തോടെ ആയിരിക്കാം. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാൻ ആ സമയത്ത് തന്നെ പറ്റുവാണെങ്കിൽ ഒരുമിച്ച് വന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കാം. അതൊരനുഗ്രഹമാകട്ടെ. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.